എങ്ങനെയാലും കറങ്ങിത്തിരിഞ്ഞ ഹൈദരാലിയുടെ മുന്നിലെത്തും. മമ്മൂക്കനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകളിൽ ഫൈറ്റ് ചെയ്ത ഈ ടിനി ടോം ആണെന്നും പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്ത അദ്ദേഹം സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും വീണ്ടും ഇപ്പൊ ഡാം പൊട്ടാൻ പോകണമെന്ന് പറയണത് ഈ ഇരുണ്ട് വിടുമ്പോ ഡാം പൊട്ടും, പിന്നെ എല്ലാവരും കൂടി പ്രശ്നവും. ഇതിപ്പോ താരസംഘടനയുടെ ഇലക്ഷനാണ്, 30-ാം തീയതിയാണ്. എങ്ങനെയാണ് ഈ തവണ ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ടോ? ഫണ്ട് വരുന്നുണ്ട്, ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഫണ്ട് എന്താ ചെയ്തിട്ടുള്ളത്? അമ്മയുടെ മീറ്റിങ്ങിന് ഒരു നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വരുള്ളൂ, അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ, ഫിലിമിലെ ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറയുന്ന രണ്ടുപേരാണ്. അവരങ്ങനെ നമ്മൾ വെറുതെ കൈ ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല. നമസ്കാരം. ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരേ കലാകാരന്മാരെ നമ്മൾ എത്തിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂവി വേൾഡ് മീഡിയ ആണല്ലോ ഇതിൻ്റെ ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് മൂവി വേൾഡ് ആണല്ലോ. അത് ഞങ്ങൾ അങ്ങനെ ഒരു വലിയ കമ്പനിയല്ലേ, ആ കമ്പനി ഇങ്ങനെ എല്ലാവരുമായിട്ട് കൈകോർത്ത് പോകുന്ന കമ്പനിയല്ല. അതുകൊണ്ടാണല്ലോ നമ്മളെ തേടി വരുന്നതും. എങ്ങനെയാലും കറങ്ങിത്തിരിഞ്ഞ ഹൈദരാലിയുടെ മുന്നിലെത്തും. അപ്പം നമ്മുടെ ബോസ് അങ്ങ് കൈ ഉറപ്പിക്കും, നിഷാദ് കൈ ഉറപ്പിക്കും. നമ്മളൊന്ന് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്? എനിക്കിവിടെ വന്നപ്പോൾ രാവിലെ തൊട്ട് ഞാൻ വന്നതാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള മുഹൂർത്തമാണ് ഇങ്ങനെ ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ അല്ലേ. ഇപ്പം റൈറ്റേഴ്സ് യൂണിയൻ ഉണ്ട്, ഫെപ്കയുടെ കീഴിലുണ്ട്. ഈ മിമിക്രി എഴുതുന്ന കലാകാരന്മാർക്ക് അങ്ങനെ ഒരു യൂണിയൻ ഉള്ളത് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു 10-45 പേരുണ്ട് സ്കിറ്റുകൾ എഴുതാൻ വേണ്ടി. ഇവരുടെ സങ്കടത്തിൽ നിന്ന് വന്ന് ചിരിക്കാനുള്ള സ്കിറ്റുകൾ, അവർക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ടാവും. അത്തരം ഒരു കലാകാരന്മാരെയൊക്കെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇന്നതാണ് ഇവരാണെന്ന് അറിയിക്കാൻ പറ്റിയ ഒരു യൂണിയൻ. ആ പ്രവർത്തനം വലിയ സജീവമായിട്ട് നടക്കുന്നു. ടിനിയോട് വരുമ്പോഴും ടിനിക്ക് അതൊക്കെയല്ല മനസ്സിലുണ്ടാകുന്നത്. അല്ല, ഇവർ പിന്നണിയിൽ നിൽക്കുന്നവരാണ്. ഇപ്പം കഴിഞ്ഞ അമ്മയുടെ ഷോ ആണെങ്കിൽ പോലും അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് സുനീഷ് വാരനാടാണ്. കൊടുമൺ പോറ്റിയുടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു. അതിൽ മമ്മൂക്കയുടെ വേഷം ചെയ്തത് ഞാനായിരുന്നു, കൊടുമൺ പോറ്റിയായിട്ട്. അതിന് മേക്കപ്പ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ മേക്കപ്പ് മാൻ എനിക്ക് വിട്ടു വന്നു. പക്ഷെ അതിന് ശബ്ദം കൊടുത്തത് ഇതിൽ പ്രവർത്തിക്കുന്നവരാണ്, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഇതിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ കിട്ടുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അത് സ്കൂൾ യുവജനോത്സവം, അതുപോലെ തന്നെ കോളേജ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മത്സര കടമ്പകൾ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. അല്ലെങ്കിൽ ചാനലിൽ എത്തുന്ന ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടാണ്. ഇവിടെ ഡയറക്റ്റ്ലി വന്നിട്ട് പങ്കെടുക്കുകയും ചെയ്യും. പല ചാനലിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, സിനിമയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഡയറക്റ്റ് അതിലേക്കൊരു എൻട്രി കിട്ടും. അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോ വരുന്നതും ഇത്രയും ദൈർഘ്യമുള്ളൊരു കോമ്പറ്റീഷൻ. എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ട്രൈ ചെയ്ത് കയറാൻ പറ്റും. അത്രയും ദൈർഘ്യമുള്ള കോമ്പറ്റീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ സ്റ്റേജ് ഷോകൾ കണ്ടില്ല, നമുക്ക് ചാനലുകളൊക്കെ കാണും, ഒരു കോമഡി ഉത്സവം, അങ്ങനെ കുറെ ജഡ്ജിങ്. പക്ഷെ അതുപോലെയല്ല ഇത് രാവിലെ തുടങ്ങിയിട്ട് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി ഉള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റിയൽ ലൈവാണ്, എഡിറ്റ് ഇല്ല, നേരെ അങ്ങ് പോവുകയാണ്. അതെ, ജനങ്ങളുടെ മുന്നിലേക്ക്. അതെ, അത് കാണാനും ഓഡിയൻസ് ഉണ്ടെന്നാണ്. ഈ പറഞ്ഞ പോലെ ടിനിയുടെ ഒക്കെ ഒരു ചെറുപ്പകാലം ഉണ്ടല്ലോ. ടിനിയുടെ ഒരു ചെറുപ്പകാലം, ടിനി ഒരിക്കലും എങ്ങനെയാണ് മിമിക്രിയിൽ വരൂ, അടുത്ത സിനിമയിലേക്ക് വരൂ, എങ്ങനെയാണെന്ന് അറിയില്ല. പണ്ട് കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇവർ റീൽ ഇട്ടാൽ തന്നെ ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടിനിയുടെ ഒക്കെ ഒരു വരവ് എങ്ങനെയാണ് ഓർക്കുന്നത്? അല്ല, ഞാനൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇല്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാണുന്ന 10 പേര് അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ 20 പേര്. അവരിലൂടെ ഏതെങ്കിലും അടുത്ത അവസരം കിട്ടിയാലായി. സ്റ്റാലിയൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള കോമ്പറ്റീഷന് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റായിട്ട് വീണ്ടും അലഞ്ഞിരിഞ്ഞ് കിടക്കണം ആ സർട്ടിഫിക്കറ്റായിട്ട്. ഇന്ന് അങ്ങനെയല്ല, ഒരു സ്ക്രീനിൽ ഇതിപ്പോൾ വേൾഡ് വൈഡ് ഒരു മൊബൈലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാണുകയാണ്. 3.5 കോടി മലയാളികൾ കാണുകയാണ്. അതിലൊരു റീലിട്ടാൽ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ആവേശത്തിൽ പോലും വ്ളോഗർമാരെയൊക്കെ സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊണ്ട് നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വിഷ്വൽ മീഡിയ, ഇപ്പോൾ മൂവി വേൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതിലൂടെയാണ്. അതെ, ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്ലാറ്റ്ഫോംസ് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിനനുസരിച്ച് കോമ്പറ്റീഷനാണ്. ഇപ്പോൾ അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് കോമ്പറ്റീഷൻ. ആഴ്ചയിൽ 15 നടന്മാർ വെച്ച് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പിടിച്ച് കണ്ടേ. അപ്പോൾ പ്രൊഡക്റ്റ് നന്നാവും. കോമ്പറ്റീഷൻ വരുമ്പോൾ എപ്പോഴും പ്രൊഡക്ട്സ് നന്നാവും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കണ്ടില്ലേ, സിനിമകൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അണ്ടർ ക്രോറിൽ കയറുന്ന കോമ്പറ്റീഷൻ നിൽക്കുന്നതുകൊണ്ടാണ്. മിമിക്രിയിലും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, അതിൽ നിന്നുള്ള ആൾക്കാർ സിനിമയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അവർ ടെൻഷനും ഇതിൻ്റെയൊക്കെ പുറത്ത് ജീവിക്കുന്നവർക്ക് ശരിക്കും റിലാക്സേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സാണ്. ഈ ഹൈദരാലി വന്ന് മറ്റാളുടെ കേസ് എടുത്ത് പറയുന്നു, ഹൈദരാലി വന്നിട്ട് മറ്റാൾ ഇതിൽ പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലൊരു സന്തോഷം എന്ന് പറയുന്ന ചിലപ്പോൾ ഒരു ചെളിയായിരിക്കും, ഒരു ആശ്വാസം കിട്ടുന്നത്. ചെളി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും താൽക്കാലികമായിട്ട്. പക്ഷെ അത് ഒരു പ്രാവശ്യം കേട്ട് രണ്ടാം പ്രാവശ്യം നമുക്ക് ചിരിയും പറ്റില്ല. അപ്പം അത്രയും പണിയുണ്ട് ഇതിന്. ഇപ്പം ചെയ്ത തമാശ ഇനി വേറെ സ്ഥലത്ത് പറ്റില്ല. അപ്പം തന്നെ ലോകം മുഴുവൻ പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പണിയെടുക്കുന്നവർ. ഇപ്പം ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാൻസ് ഇപ്പോൾ കംസനെ കൊല്ലുന്നത് അത് വീണ്ടും അവതരിപ്പിക്കാം. കഥകളിയിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു കല എടുത്താലും പാട്ട് വീണ്ടും പാടിയാൽ നന്നായിട്ട് പാടിയാൽ ഓക്കെ. ഇതങ്ങനെയല്ല ഇപ്പം ചെയ്തത്. പിന്നെ അടുത്ത മിനിറ്റിൽ ഔട്ട്ഡേറ്റഡ് ആവാണ്. പക്ഷേ ഇതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിബിളായിട്ട് ദിവസവും പത്രവും വായിച്ച് ജനറൽ നോളജ് ഉണ്ടാക്കി ആനുകാലിക വിഷയങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് അവർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അത് നിസ്സാര പണിയല്ല. ഉറപ്പാണ്. ടിനിയുടെ ഒരു വരവ്, ഒരു മിമിക്രി മേഖലയിലേക്ക് വരവ്, ഏറ്റവും ആദ്യം ടിനിനെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ ആരുടെ പേര് പറയും? കൈപിടിച്ച് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കലാഭവനിലാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നത്. അവിടെ മണിച്ചേട്ടനാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. മണിച്ചേട്ടൻ ഉടനെ തന്നെ കെ എസ് പ്രസാദിൻ്റെ അടുത്തോട്ട് വിട്ടു. കെ എസ് പ്രസാദ് കലാഭവനിൽ ചാൻസ് തന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതോടുകൂടി എൻ്റെ തീർന്നത്. പക്ഷെ പുള്ളി വേറെ ട്രൂപ്പ് തുടങ്ങി, ഗിന്നസ്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഒരെണ്ണം കിട്ടാതാകുമ്പോൾ നമ്മൾ വിചാരിക്കും അതോടെ തീർന്നത്. പക്ഷെ വലിയൊരു അവസരമായിരിക്കും പിന്നീട് വരുന്നതെന്ന് മനസ്സിലായി. ഗിന്നസിൽ പോയതുകൊണ്ട് പിന്നെ ഗൾഫിലേക്കൊക്കെ പോകാൻ ചാൻസ് കിട്ടി. പിന്നെ മമ്മി സെഞ്ചുറി എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് ഒരുപാട്, അതായത് ആ ഫസ്റ്റ് ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നത് മണിച്ചേട്ടൻ. ഞാൻ അതിപ്പോഴും വന്നുകൊണ്ടിരിക്കാണ്ട്, വൈറലാണ് ഭയങ്കര. മണിച്ചേട്ടൻ പാടുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ എയറിൽ പോയത്. ആദ്യം എയറിൽ പോയൊരു സംഭവം അതാണ്. ദുബായിൽ പോയത് സിദ്ദിഖയുടെ ഒക്കെ കൂടെ. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, എത്തിപ്പെടാൻ വലിയ പണിയാണ്. ആൾക്കാർ കുറച്ചുള്ളെങ്കിലും നമ്മൾ തന്നെ, അതായത് അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലൊക്കെ എന്താവുന്നൊന്നും അറിയില്ല, മൂട്ടിൽ തീ പിടിച്ചോലെ അങ്ങോട്ട് പോവുകയാണ്. ഇത് ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറും. സിനിമയിലേക്ക് വരെ ഇതെൻ്റെ ജീവിതമാർഗ്ഗമാവുന്നൊന്നും അറിയില്ല. അന്ന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അത് വീട്ടിൽ കുറേ എതിർപ്പുകളുണ്ടായിരുന്നു. കലയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള പട്ടിണികളാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടില്ല. പെട്ടെന്നൊരു ദിവസം വന്നിട്ടുണ്ടായ ഒരാളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ചാനലിൽ കയറി, ചാനലിൽ കുറേ നാൾ സ്കിറ്റുകൾ ചെയ്തപ്പോൾ അവിടെ ജഡ്ജായി. ഞാൻ കോടതിയിലെ ജഡ്ജാവുമെന്നാണ് അപ്പം വിചാരിച്ചത്. കോമഡി പരിപാടിയുടെ ജഡ്ജായി. പിന്നെ അതിലൂടെ സിനിമയിലേക്ക് വന്നു. ഈ മമ്മൂക്കനെ ലാലേട്ടനൊക്കെ എത്രയോ ദൂരത്ത് കണ്ടിട്ടുള്ളതാണ്. ഷൂട്ടിങ്ങിനൊക്കെ ദൂരെ കണ്ടിട്ടുള്ള അവരോടൊപ്പം ഇതുപോലെ ഇപ്പം മീറ്റിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിന് ശേഷം ഹൈദരാലി എന്നെ വന്ന് കാണുന്ന എന്തായിരുന്നു മീറ്റിങ്ങിൽ തീരുമാനം എന്ന് പറയുന്നു. 10-17 പേരിൽ ഒരാളായി മാറി. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഹൈദരാലി വരെയല്ല എന്താ സംഭവം എന്ന് വെച്ചിട്ട് ആദ്യം എൻ്റെ അടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ സിനിമയുമായിട്ട് അത്ര അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടായി. എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്, കഴിവല്ല. കഴിവിനേക്കാൾ കൂടുതൽ എൻ്റെ ആഗ്രഹങ്ങളാണ് ഇവിടെ എത്തിച്ചത്. ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വീഴ്ച വലുതായിട്ടാണോ ചെറുതായിട്ടാണോ വീണിരിക്കുന്നത്? വീണിട്ടില്ലല്ലേ. എങ്ങനെ വീണ്? എങ്ങനെയൊക്കെ നമുക്കൊരു തട്ടുകേട് വന്നതായിട്ട് തോന്നുന്നു? ഇല്ല. എല്ലാം നല്ലതിന് വേണ്ടിയാണ്. ചിലപ്പോൾ തട്ടുകേടായിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ലതിനാന്ന് തോന്നാറുണ്ട്. കൂടെ നിന്നവരാരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പണിയൊക്കെ തരുന്ന ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഗണേശേട്ടൻ പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ അറിയാൻ പറ്റും. ഇതെൻ്റെ പ്രതിപക്ഷമാണ്, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണ്. സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് കൂടെ നിൽക്കുന്നവർ. അതാണല്ലോ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കൂടെ നിന്നൊരു ആളായിരിക്കും ചിലപ്പോൾ അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നത്. നമ്മൾ സ്ഥിരം കാണുന്ന. പക്ഷെ നമ്മളാരും ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രസൻ്റായിട്ടും നടക്കണം. ആരും ഉപദ്രവിച്ചിട്ടില്ല. ഒരാളെ വാക്കുകൊണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ പറഞ്ഞ് ഞാൻ സോറി പറയാറുണ്ട്. മാറി നിന്നിട്ട് ഇപ്പോൾ ആരും വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ ആണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ ഒരുപാട് എൻ്റെ പിന്നാലെ വരുന്നവരുണ്ട്. അവരാണ് എന്നേക്കാൾ കഴിവുള്ളവർ. ഈ ബൈബിളിൽ യോഹന്നാനാണ് ആദ്യം വന്നത്. എന്നേക്കാൾ കഴിവുള്ളവനാണ് പുറകെ വന്നത്. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഞാൻ വെറും യോഹന്നാനാണ്. എൻ്റെ പിന്നാലെ വരുന്നവർക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അല്ല, വിളിക്കുമ്പോൾ വരുവാണല്ലോ. നമ്മൾ എന്ത് പരിപാടിയാണ് മാറ്റി വെച്ചിട്ട്? അല്ലാതെ നമ്മുടെ കർത്തവ്യമാണ്. നമ്മൾ എന്ത് പുറത്ത് ചാറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ കൂടെയുള്ളവരെ കൈപിടിച്ചുകൊണ്ടിട്ടാണ്. അതാണ് ഏറ്റവും വലിയ ചാരിറ്റി. പുറത്തൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയതും. ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ എത്തലായിരിക്കും, പക്ഷേ എനിക്ക് വലിയ എത്തലാണ്. കാരണം സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു സിനിമ പോലും സ്വപ്നം കാണാത്ത, ഒരു ക്യാമറ പോലും ഇല്ലാത്ത, ഒരു ക്യാമറ കാണാത്ത ഒരാൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ പ്രധാന വേഷം ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ മാറിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ടിനിയും പക്രുവുമായിട്ടുള്ളൊരു യാത്ര, വലിയ യാത്ര, നിങ്ങളുടെ ഒരു രണ്ടുപേരുടെയും കോംബോ വലുതായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു കോംബോ കാണുന്നില്ല. സ്റ്റേജ് ഷോകൾ കുറവായതുകൊണ്ടാണ് എനിക്കറിയില്ല. നിങ്ങളുടെ ഒരു യാത്ര ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിങ്ങൾ ഗൾഫ് പ്രോഗ്രാമാണ്, അമേരിക്കയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചാണ് എടുത്തുകൊണ്ട് എയർപോർട്ടിൽ പോകുന്നത്. ആ ഒരു യാത്ര എങ്ങനെയാണ്? നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് എങ്ങനെയായിരുന്നു?
ഇപ്പം കാണാനില്ലെന്ന് പറയണല്ലേ, അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത്. ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. ഞാൻ അവനും കൂടി ചെയ്യുമ്പോൾ അവൻ എഴുതി ഉണ്ടാക്കുന്ന കോമഡികളാണ്. ഞാൻ ചെറിയവനാണ്, നീ വലിയവനാണ്. അപ്പോൾ അവന് എങ്ങനെയാണ് നമ്മൾ കോംബോ വരുന്നത്? അവൻ പറയും ഞാൻ ചെയ്യണതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ നോക്കും. ഞാൻ പറയും നീ എന്ത് ചെയ്താലും ഞാൻ ചെയ്യുമെന്ന് പറയും. അവൻ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യും. ലാസ്റ്റ് അവൻ കാലിൻ്റെ അടി കൂടി എൻ്റെ പോകും. അപ്പോൾ അവൻ പറയും അവൻ കാല് വെച്ചിട്ട് എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടി പോകാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പം തന്നെ ചെറിയവനെ കളിയാക്കി, ബോഡി ഷേമിങ്. പിഷാരടിക്കും ധർമ്മനും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. താഴ്ന്ന ജാതി വരെ എൻ്റെ അകത്ത് വിഷയമാണ്. അപ്പോൾ അത്രയ്ക്ക് വിഷാംശമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടൊരു കൂട്ടം ആൾക്കാർ ഫ്രസ്ട്രേറ്റഡായിട്ട് നിൽക്കുകയാണ്. നമ്മളിത് സൗഹൃദത്തിലുണ്ടാക്കുന്ന കോമഡികൾ ഇപ്പോഴത്തെ റൈറ്റേഴ്സ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നവർ പോലും 100 ചിന്തകളാണ് ഓർക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഹാസ്യം ഉണ്ടാവുന്നില്ല. ഒരു ഹ്യൂമർ ഉണ്ടാക്കണമെങ്കിൽ 4 ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. ഒന്ന് പൊളിറ്റിക്കൽ പ്രശ്നമുണ്ടോ, കറക്റ്റ്നെസ് ഉണ്ടോ, ബോഡി ഷേമിങ് ഉണ്ടോ, നിറത്തിനെ കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വന്നിട്ടൊരു കോമഡി വരുമ്പോഴേക്കും ഒരുപാട് ചിരിക്കാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ കോമഡി എന്ന് പറയുന്നത് കാണുക, കേൾക്കുക, മറന്നു കളഞ്ഞേക്കുക, അങ്ങനെ പാടുമോ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കരുത്. ചെറിയവനെ കളിയാക്കി, മറ്റവനെ ഇല്ലിച്ചിരിക്കുന്നവനെ കളിയാക്കി. ലോറൽ ആൻഡ് ആർഡി ചെയ്തിരുന്ന അതാണ്. ചാർലി ചാപ്ലിൻ വേദനകളിലൂടെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പം അത് മാറിയിട്ട് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഏത് സമയത്തും ഒരു വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടാവുന്ന രീതിയിൽ ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നമുക്ക് ആ ഒരു തർക്കത്തിനോ അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു തർക്കത്തിന് പോയിട്ടും കാര്യമില്ല. നമ്മളത് തർക്കിച്ച് ജയിക്കേണ്ട ആവശ്യമില്ല. അത് ആസ്വദിക്കുന്നവരാശം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പക്രു ഞാനും കൂടി ഉള്ളൊരു കോമ്പോസ് കുറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് സിനിമ ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞില്ല? കുഞ്ഞൂട്ടൻ 916 നല്ലൊരു പടമാണ്. ഡബിങ്ങിലേക്ക് പോകാമെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡബിങ് ഒക്കെ കഴിഞ്ഞു. ഡബിങ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു മേഖല വലിയ സ്ക്രീനിലേക്ക് പോവാം. അവിടെ ബോഡി ഷെയിം ചെയ്യണല്ലോ, അവിടെ അവൻ ഭയങ്കര കഴിവുള്ളവനായിട്ട് കാണിക്കുക. അല്ല, ഇത് ഞാൻ ചോദിച്ചത് കൃത്യമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ പേഴ്സണലായിട്ട് ഇപ്പോൾ മെസ്സേജുകൾ വരുന്നു, നീ അവനെ വിറ്റ് കാശുണ്ടാക്കുന്നു. പിഷാരടിക്ക് എന്തുമാത്രം ഇതാണ് ആക്രമണം ഉണ്ടായത്, അവൻ താഴ്ന്ന ജാതിയാണ്, ഇവൻ അമ്പലവാസിയാണെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര പ്രശ്നം. അപ്പോൾ അത് അത്രയും വിഷാംശം കലർന്നുപോയി. ഈ പുഴയിൽ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളാണ്. അതിൻ്റെ അകത്ത് കുറേ ഫാക്ടറി കലങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലങ്ങിയതുപോലെ ഇതുപോലത്തെ മാലിന്യം കലങ്ങിയിട്ട് മനുഷ്യൻ്റെ മനസ്സുകൾ സങ്കുചിതമായി പോയി. തീർച്ചയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മമ്മൂക്കാടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്നു. ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ വരെ എത്തിപ്പെട്ടി. ആ എത്തിപ്പെടലിൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അതെ. ഒത്തിരി യാത്രകളുണ്ടായിരുന്നു അല്ലേ? ആ യാത്രകൾ ഓർത്തെടുക്കുകയാണെങ്കിൽ അവിടേക്കൊന്ന് എത്താൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് എന്നിട്ട് എനിക്ക് ഒരു കഴിവുള്ള നീ അങ്ങോട്ട് വന്നു എന്ന് പറയാൻ ആളുണ്ടായിരുന്നു. അത് മമ്മൂക്ക തന്നെയാണ് നമ്മൾ. പക്ഷേ ഇപ്പം കണ്ടില്ലേ, മമ്മൂക്കനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകളിൽ ഫൈറ്റ് ചെയ്ത് ഈ ടിനി ടോമാണെന്നും പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്ത് ആകെ 3 പടത്തിൽ ബോഡി ഇത് മാത്രമായിട്ടാണ് ഞാൻ ചെയ്തത്. പല പടങ്ങളിലും ഈ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത് കണ്ണൂർ സ്ക്വാഡിൻ്റെ ലൊക്കേഷനിൽ മമ്മൂക്കനെ കാണാൻ ചെന്നപ്പോൾ നീ ഇപ്പം എൻ്റെ അടുത്തിരുന്ന ആൾക്കാർ പറയും എൻ്റെ ഫൈറ്റ് ചെയ്തത് നീയാണെന്ന്. കാരണം അത്രയ്ക്ക് വേദനിപ്പിക്കുക എന്നുള്ളതാണ്. ഒരാളെ വേദനിപ്പിക്കാൻ, ഒരു കലാകാരൻ നശിച്ച് കാണാൻ വലിയ ആഗ്രഹം കുറേ പേർക്ക്, അങ്ങനെ കുറച്ച് പേരുണ്ട് അങ്ങനെ. അദ്ദേഹം സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും വീണ്ടും എനിക്ക് അയച്ചു തരും തല വെച്ചിട്ട്. ഇപ്പോൾ ടർബോൻ്റെ വരെ എനിക്ക് അയച്ചു തന്നു ഫൈറ്റ് ചെയ്തത് ഇതാണെന്നും പറഞ്ഞിട്ട്. മമ്മൂക്ക തന്നെ അദ്ദേഹം ലാലേട്ടൻ ചിലപ്പോൾ ഈസി ആയിട്ടായിരിക്കും സിനിമയിൽ അഭിനയിക്കുന്നു പോകുന്നത്. ഇദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ റോളുകൾ, അതിനെ സ്കെച്ച് ചെയ്യുന്നത്, ഇത് അത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ അത് എന്നെയാണ് ബാധിക്കുന്നത്. മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ഞാൻ ഭാഗമാകാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഞാൻ ആദ്യം പിന്നെ മറ്റേ ഡൂപ്പാക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടും ജനങ്ങളോട് പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല. അത് ഈ ഫാൻ ഫൈറ്റിൽ പറ്റുന്നതാണ്. 3 പടത്തിൽ എൻ്റെ ബോഡി ഉപയോഗിച്ചു എന്നല്ലാണ്ട് അദ്ദേഹം ചെയ്യുന്ന റിസ്കി ഷോട്ടുകളിലൊന്നും ഭാഗമല്ല ഞാൻ. അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്നൊരു ശക്തിയാണ്. നമുക്കറിയാലോ മമ്മൂക്കയുടെ ഓറ എന്താണെന്നുള്ളത്. അത് പ്രാർത്ഥനയിലൂടെ തന്നെ സ്വായത്തമാക്കിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് സിനിമയിൽ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നിൽക്കില്ല. അദ്ദേഹം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല, എത്ര സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഞാൻ ടെർബോയുടെ സ്റ്റണ്ട് മാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ 95% മമ്മൂക്ക തന്നെയാണ് ചെയ്ത് ഇതിനകത്തേക്ക്. ഒരു ഡൂപ്പ് പോലും വേണ്ട എന്ന് പറഞ്ഞു. വീട് കിടന്നപ്പോൾ പുള്ളി കേൾക്കാൻ പറ്റുമെന്നൊരു സംശയം വന്നപ്പം മമ്മൂക്കാരുടെ അടുത്ത് പോയി ചോദിച്ചു ഒരാളെ മാറ്റുമ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം. ആ മമ്മൂക്കായെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ടിനിക്കെതിരെ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണ്ടേ. അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക്.
ഞാനും എപ്പോഴും മെസ്സേജ് വിടാറുണ്ട്, എനിക്ക് തിരിച്ച് മെസ്സേജസ് വിടാറുണ്ട്, അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തിന് ഒരു ശതമാനം പോലും വേദനിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പേര് വെച്ചാൽ വേദന. അതെ 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 അതെ. നമ്മളെ രണ്ട് മമ്മൂക്കായും നിങ്ങളും മനസ്സാവാച കർമ്മട അറിയാത്ത സംഭവത്തിനാണ് വേദനിപ്പിക്കുന്നത്. അത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. അല്ല, അത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ഒരു കലാകാരൻ വേദനിക്കുന്നത്, ഒരു കലാകാരൻ നശിഞ്ഞ് കാണുന്നത്, അത് അവർക്ക് വേറെ കഴിവില്ലാത്തതുകൊണ്ടാണ്. അവർ വേറെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. ഇത് കാലത്ത് തന്നെ എഴുന്നേൽക്കുന്നത് ഇതിനു വേണ്ടി. ഇന്നൊരുത്തനെ കൊല്ലാം, എല്ലാവരും കൂടി വാ വരൂ, അവന് സൈബർ അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ഇന്ന് ഒരുത്തനെ കിട്ടിയിരുന്നതാ, നമുക്ക് ഇവന് ഇന്ന് കൊല്ലാം. ഈ സമയം ചെലവഴിക്കുന്നതിന് പകരം ഇവർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. ഇപ്പം ഇതുപോലെ തന്നെ ഒരു വ്ളോഗിങ്ങോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫുഡിന്റെ വ്ളോഗിങ് ഉണ്ട്, എത്രയോ പേര് അങ്ങനെ ജീവിക്കും. മൊബൈൽ ഇരിപ്പുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഈ നിരാശ പൂണ്ടിട്ട് ഈ നെഗറ്റീവ് അടിച്ച് അവരുടെ ജീവിതം നെഗറ്റീവായി പോകും. എൻ്റെ മുഖത്ത് എപ്പോഴും ചിരിയും സന്തോഷം വരുന്നത് ഞാൻ നെഗറ്റീവായിട്ടല്ല ജീവിക്കുന്നത്. ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാതെ പോകുന്നതും അതൊക്കെയാണ് നമ്മുടെ ഒരു ഇത്. ഹൈദരാലി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തിരക്കിലാണ്. ഒരാൾ ചീത്ത പറയാൻ സമയമില്ല. പിന്നെ ന്യൂസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്. അത് നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയി നിങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, അവിടെ 100 കാലത്ത് ചെല്ലാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പോയിട്ട് അത് ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഴ്ച വന്നിട്ടില്ലെന്ന്. എന്തൊക്കെ ഇപ്പം പറയുന്നില്ലേ തട്ടുകേട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. അതെ 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 തീർച്ചയായിട്ടും. നല്ല മഴക്കാലമാണ്. എന്നാലും നമ്മളിപ്പോൾ അറിയാലോ, ഹൈദരാലി തന്നെ ലൊക്കേഷനിൽ വരുന്നുണ്ടല്ലോ നമ്മുടെ സിനിമ. അതെ 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 നല്ല മഴക്കാലമാണ്, വെള്ളക്കെട്ടുകൾ കൂടുന്നു. ഈ കൊച്ചിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണോ എന്നും ഒരു കലാകാരൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇപ്പം അമ്മയെന്ന് തന്നെ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇത് അമ്മയുടെ സംഭവമല്ലേ, ഇത് സംഭവം കോമൺ ആണ്. പക്ഷെ ഞാൻ വെള്ളം കയറാൻ ഏറ്റവും ആദ്യം വീട്ടിൽ കയറുന്ന ഒരാളാണ്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഇനി വായിൽ തോന്നുന്നു വിളിച്ച് പറയാൻ നിൽക്കരുത്. എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ട് ഓൾറെഡി. അമ്മയുടെ കാര്യം ഞാൻ ചോദിച്ചില്ല. ഇപ്പം ഏത് കാര്യമാണെങ്കിലും ഉച്ചയ്ക്ക് ഇതുവരെ ഒരു അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആലുവ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവനാണ്. അപ്പോൾ അവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഏത് ചെളി നീക്കുന്ന എക്കൽ നീക്കുന്നത് ഒരു പുതിയ എന്താണ് ഓപ്പറേഷൻ ഇതെന്ന് പറഞ്ഞ് പി രാജീവിൻ്റെ പദ്ധതിയായിരുന്നു. അത് ഞാൻ പലതവണ അവരെയൊക്കെ വിളിച്ചിട്ട് അതിപ്പോൾ ക്ലീനാക്കി. ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ, അത് ഇവരുടെ സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എറണാകുളം എവിടെ മുങ്ങിയാലും എൻ്റെ സ്ഥലം മുങ്ങൂല. എൻ്റെ അവിടെ ഇനി ഡാം പൊട്ടി വന്നാലേ മുങ്ങുള്ളൂ. അപ്പോൾ ഒഴുകിപ്പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഒരിക്കലും മുങ്ങില്ല. എല്ലാവരും വിചാരിക്കണം പുഴയുടെ അരിയത്തുകൊണ്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങിയാന്ന്. ഇല്ല, കാരണം പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് ഒഴുകുന്നില്ല. ഇപ്പം ഇന്ന് കണ്ടില്ല, കളമശ്ശേരിയിൽ ഒരു കാണ കോൺക്രീറ്റ് വെച്ച് അടച്ചു വെച്ചേക്കാം. എന്തൊരു ക്രൂരതയാണെന്നൊന്നും ആലോചിച്ച് നോക്ക്. പിന്നെ എന്ത് ചെയ്യും? മെട്രോൻ്റെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് പൈപ്പ് ലൈൻ്റെ അവിടെ വേസ്റ്റ് കൊണ്ടുവന്നിടും. ഇവരുടെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഈ ഹൈക്കോടതി ഇവിടെ പ്രശ്നം ഉണ്ടായി. ഈ വെള്ളക്കെട്ടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊതുജനമാണ് ഈ വേസ്റ്റ് കൊണ്ടിടുന്നത്. നമ്മൾ റൈറ്റലിൻ്റെ പരിപാടി ഒന്ന് പൊതുവിഷയത്തിലേക്ക് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണ്ട. ഞാനാണെങ്കിൽ പറഞ്ഞും പോകും. എനിക്ക് തോന്നി. അല്ല, കുറേ നാൾ നമ്മളെ മോളിൽ തന്നെയാണ്, ഇടക്കാണ് താഴെ അല്ല ഇത് അല്ല ഇതൊക്കെ ടെനി പറയുന്ന ഒരാളായോണ്ടാണ് ഞാൻ. അല്ല, പറയുന്ന ഒരാളെ ഞാൻ പ്രതികരിക്കാറുണ്ട്. ഇനി ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്നവരാണ്. കാരണം അത് ജനങ്ങൾ ഇന്നവരെ കുറ്റപ്പെടുത്തി അന്നവരെ കുറ്റപ്പെടുത്തി ഒരുമിച്ച് നിന്നിട്ട് ഒരു ജനസമക്ഷത്തിൽ ഇതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടത് അതങ്ങനെ മാറ്റി, അത് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക. മഴ വന്നത് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നു. ഒന്ന് നമ്മൾ 2018 വെള്ളപ്പൊക്കം, കോവിഡ് രണ്ടും ഫേസ് ചെയ്ത ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം അതിരൂക്ഷമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പെട്ടുപോയതാണ് വെള്ളപ്പൊക്കത്തിൽ. കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ചിരിച്ചിരിക്കാൻ പറ്റുന്ന ഭാഗ്യമാണ്. കാരണം നമ്മുടെ ഇപ്പോഴും ചുറ്റും ഞാനിപ്പോഴും മാസ്കായിട്ട് നടക്കുന്നത് കണ്ടില്ലേ. കാരണം നമ്മുടെ ചുറ്റും ഇപ്പോഴും കോടാനുകോടി രോഗാണുക്കളുണ്ട്. കോവിഡൊക്കെ വന്നു പോകുന്നുണ്ട്. കുറച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇതും ആവശ്യമാണ്. പക്ഷേ ഭരിക്കുന്നവരെ കുറ്റം പറയുക, പ്രതിപക്ഷത്തിന് കുറ്റം പറയലല്ല. ഇത് ഒരുമിച്ച് ചേർന്നിട്ട് ഇതിനെന്തൊരു പ്രതിവിധിയുള്ളത്? വെറുതെ ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ മഴ വരുമ്പോൾ മാത്രമേ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. മഴ വന്നു വേനൽക്കാലത്ത് ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വേനൽക്കാലത്ത് ഇതൊക്കെ ചെയ്തു പോയാലൊക്കെ മാറുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ ഡാം പൊട്ടാൻ പോകണമെന്ന് പറയുന്നത് ഈ ഇരുണ്ട് കൂടുമ്പോൾ ഡാം പൊട്ടും, പിന്നെ എല്ലാവരും കൂടി പ്രശ്നവും. ഇതിപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഹൈദരാലിനെ പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സമയത്തും ഇതിന് ഊന്നൽ നൽകിയിട്ട് നമ്മൾ പൊതുവിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. പൊതുവിഷയങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധ ചെലുത്തിയിട്ട് ഈ വിഷയങ്ങൾ തീർക്കാനുള്ളൊരു അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു 100%. അല്ലാതെ മറ്റവൻ്റെ പീഡന കേസും ഇവരുടെ ഇത് മാത്രമല്ല അന്വേഷിച്ച് നടക്കേണ്ടത്.
അല്ല, പരസ്പരം വിശ്വാസത്തോടു കൂടി ചെയ്താൽ, ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് എന്നൊരു പരിഹാരം കാണുള്ളൂ. ടിനി പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ എങ്കിലും അത് പരിഹാരം കാണാതെ വർഷങ്ങളായിട്ട് ഇപ്പോഴും കിടക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ആ കൊച്ചിയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സങ്കടം വരുന്നത്. അല്ല, ഒറ്റ മഴ പെയ്താൽ മതി, എല്ലാവരും വെള്ളത്തിലാണ്. നമുക്ക് വൈകുന്നേരം ഇറങ്ങാൻ പറ്റില്ല. നമുക്കൊരു വീട്ടിൽ നിന്ന് ഒന്ന് പോകണമെന്ന് വെച്ചാൽ നടക്കില്ല. ഒരു ആംബുലൻസിന് ഞാൻ നോക്കിയിട്ട് ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കഴിയുന്നില്ല. അത്ര വെള്ളക്കെട്ടാണ്, പോകാൻ കഴിയുന്നില്ല. ഇത് അധികാരികളും കൂടെ ശ്രദ്ധിച്ച് കൈകോർത്ത് നിന്നാൽ ഇതെല്ലാം പരിഹരിക്കാം. അതാണ് അവിടെ കൊടിയുടെ നിറം നോക്കാണ്ട് ഒരുമിച്ച് പണിയെടുത്താലേ നടക്കുള്ളൂ. അല്ലാതെ അവർ ചെയ്യും ഇവർ ചെയ്യുമെന്നും പറഞ്ഞിട്ടല്ലേ. ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് എന്താ ചെയ്തു എന്നുള്ളത് കാണിക്കുക. അത് കാണിക്കുക. അത് കാണിക്കുക. ഫണ്ട് വരുന്നുണ്ട്. ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഫണ്ട് എന്താ ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് കാണിക്കണം. ഇത് ഇന്ന പോലെയൊക്കെ ചെയ്ത് ഇന്ന ആൾക്ക് കൊടുത്തു, എന്തായാലും ചിലവാക്കിയിട്ടുണ്ടല്ലോ. ആ ചിലവുകളൊന്ന് കാണിച്ചു തന്നാൽ മതി. കണക്ക് വരവ് ചിലവേ അമ്പല കമ്മിറ്റിയൊക്കെ കാണിക്കാറുണ്ടല്ലോ, വരവ് ഇത്രയും ചിലവ് കൂടുതലായിരിക്കും ചിലപ്പോൾ, എന്നാലും അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ തയ്യാറാകണം. തീർച്ചയായും ഫണ്ട് വന്നിരിക്കുന്ന കോർപ്പറേഷൻ കാണിക്കാൻ തയ്യാറാകണം. അതാണ് ടിനി കൃത്യമായിട്ട് പറഞ്ഞത്. ഫണ്ട് വരുന്നത് കോർപ്പറേഷനിലേക്കാണ് വരുന്നത്. അത് വരുന്നത് കാണിക്കാൻ, അത് ചിലവായത് എന്താണെന്ന് കാണിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണം. അതല്ലേ കൃത്യവാദം. ഫണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇത് തന്നെയല്ലേ? അതെ, ജനങ്ങളുടെ ആ ഫണ്ട് എത്തുന്ന ഇവിടുത്തെ ക്ലീനിങ്ങിനും ഇതിനെല്ലാം ആയിട്ട് കോർപ്പറേഷനിലേക്കാണ് സർക്കാർ ഫണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ചീത്തപ്പേരുണ്ടാവില്ല കാണിച്ചു കഴിഞ്ഞാൽ. ഇതുവരെ കാണിക്കാത്തതാണ് ഈ വിഷയങ്ങൾ. ഇത് ചെയ്തു എന്ന് പറയുന്നുള്ളൂ, പക്ഷെ ചെയ്യുന്നില്ല. ഇത് കൃത്യമാണല്ലോ. ഇപ്പൊ ചെയ്തെന്ന് പറയുന്നത് ഇപ്പൊ കണ്ടില്ല, കോൺക്രീറ്റ് വെച്ച് അടച്ചളഞ്ഞെന്ന് പറഞ്ഞാൽ എന്തൊരു ക്രൂരതയാണ്. അപ്പൊ അതിലും വലിയ, അതാണ് ഏറ്റവും വലിയ ചെയ്ത്. അതിനായി കാണും ചിലപ്പോൾ 5 ലക്ഷം. അതെ അതെ അതെ. ആ 2 ലക്ഷം കൊണ്ട് ആ കാന വൃത്തിയായിട്ട് പോകാമായിരുന്നു. അല്ല, അത് ചിലവാക്കിയില്ലായിരുന്നു, അത് ഒഴുകിപ്പോയാനെ. 5 ലക്ഷം കയ്യിലിരുന്നേനെ. അതെ 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 അതെ. അപ്പൊ ഇതൊന്നും ഒന്നും പരിഹാരമാവുന്നില്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ ടിനിയോട് ചോദിച്ചാണ്. താരസംഘടനയുടെ ഇലക്ഷനാണ്, 30-ാം തീയതിയാണ്. എങ്ങനെയാണ് ഈ തവണ ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ടോ? അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. നമ്മുടെ സീനിയേഴ്സ് പറയുന്ന പോലെ ഇരിക്കും അവരുടെ ഇതിൽ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യഥാർത്ഥത്തിലൊരു ചാരിറ്റി പ്രവർത്തനമാണ്. ഈ അമ്മ സംഘടനയിൽ അതിൻ്റെ എക്സിക്യൂട്ടീവിൽ വരിക എന്ന് വെച്ചാൽ, കാരണം നമ്മൾ കയ്യിൽ നിന്ന് ഡീസലിന് ചിലവാക്കിയിട്ട് നമ്മുടെ സമയം കളഞ്ഞ് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നമ്മുടെ പിന്നാലെ നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതൊരു ഗ്ലാമറാണെന്ന് വിചാരിക്കരുത് ഒരിക്കലും. 6 വർഷമായി ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഏറ്റവും നന്മയുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ നിന്നിട്ട് നമ്മുടെ ഇപ്പം മറന്നുപോയ ഇപ്പോൾ 504 മെമ്പേഴ്സിൽ 100 പേരായിരിക്കും സൗകര്യങ്ങളോട് ജീവിക്കുന്നത്. അപ്പം നമ്മളുടെ ഓർമ്മകളിലുള്ള, എന്നാൽ ജനങ്ങളുടെ നിന്നും മറന്നുപോയ കഷ്ടപ്പെടുന്നവർക്ക് പുറത്ത് പറയാനും പറ്റില്ല നമ്മളിതിങ്ങനെ ബുദ്ധിമുട്ടില്ലാന്ന്. അവർ വരുമ്പോൾ നല്ല അമ്മയുടെ മീറ്റിങ്ങിന് ഒരു നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വരുള്ളൂ, അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ. ഫിലിമിലെ ആൾക്കാരല്ലേ. പക്ഷെ അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അതിൻ്റെ ഭാഗമാകാൻ, അതിൻ്റെ നമ്മളിപ്പോൾ ഖത്തറിൽ നമ്മൾ ഷോന് പോയതറിയില്ല, പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടി. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പൈസ നമുക്ക് വരുമാനം ഉണ്ടായിട്ടല്ല. നമ്മൾ ഓരോ ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ലൊരു വരുമാനം കിട്ടുന്ന പരിപാടി കളഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് നഷ്ടമല്ല, അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് പലിശ തരുമെന്നല്ല, നമുക്ക് വേറെ ദൈവം തരും. അപ്പോൾ അതൊരു പ്രവർത്തനമാണ്. അത് ശരിക്കും ഒരു വോളണ്ടറി സർവീസാണ്. അല്ലാതെ ആ സ്ഥാനത്ത് ലാലേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കലല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പണികളുണ്ട് നമുക്ക്. അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ നമ്മുടെ ഇത്രയും കാലത്തെ പ്രവൃത്തി നല്ലതാണെന്നും ഇതാണെന്നും പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തുടരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരം ഉണ്ടെങ്കിൽ അവർ വരട്ടെ. ഇടവേളഭാവ് മാറുന്നുവെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഞാൻ വാർത്ത ഇടവേളഭാവ് മാറുന്ന ഒരു സാഹചര്യം. അമ്മയ്ക്ക് 25 വർഷക്കാലത്തെ ഒരു സേവനമാണ് ഇടവേളഭാവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ. അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണ് ടിനി കാണുന്നത്? അല്ല, മാറ്റങ്ങൾ നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ ഈ ദാസേട്ടനില്ലാതെ നമുക്ക് മലയാള സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ഒരു പാട്ടെങ്കിൽ അത് ഇപ്പോൾ എത്രയോ പേര് പുതിയത് വന്നു. അപ്പോൾ അത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹം പരിശീലനം കൊടുത്താൽ പുതിയ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചു, 25 വർഷക്കാലമായി ഞാൻ ഇതിലിരിക്കുന്നു, ഒരാൾ പുതിയത് വരണ്ടേ, പുതിയ മുഖങ്ങൾ വരണ്ടേ. നമ്മളദ്ദേഹം മാറണമെന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആളല്ല. കാരണം അദ്ദേഹത്തിനാണ് ഇതിൻ്റെ നൂലാമലകൾ കംപ്ലീറ്റ് അറിയുന്നത്. ഒരു 1 മാൻ ആർമി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാര്യങ്ങൾ ഞങ്ങൾ മറ്റു കാര്യങ്ങൾക്കുണ്ടെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അറിയാവും വിവരമുള്ളത്. എത്ര 100 ചില്ലാൻ പേർക്ക് കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് കാശ് 5000 രൂപ വെച്ച് പോകുന്നുണ്ട്. ഇൻഷുറൻസ് പോകുന്നുണ്ട്. അത് 1.25 കോടിയാണ്. 1.25 കോടിയാണ് ഒരു വർഷം വേണ്ടത്. 1.25 കോടിയേക്കാൾ കൂടുതൽ ചിലവായിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൃത്യം അന്വേഷിച്ച് ഇത് നിസ്സാര പണിയല്ലത്. ഒരു ശമ്പളം കൊടുത്ത ഒരാളെ വെച്ചാൽ അത് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ഒരു ജോലി വേറെ ഇല്ലല്ലോ ലോകത്ത്. ഇപ്പോൾ ഒരു ബാങ്ക് ഇതാണെങ്കിൽ ബാങ്കിൻ്റെ ജോലി എന്താണെന്നറിയാം. അമ്മയിൽ വർക്ക് ചെയ്തുള്ള പ്രവൃത്തി പരിചയം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരായിട്ടും വ്യക്തിപരമായിട്ട് അറിയാവുന്നവരെ രോഗങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ, അവരുടെ ബുദ്ധിമുട്ടുകൾ. തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റീത്തായിട്ട് പോകണം. അതെ അതെ അതെ. അവിടെ മുതൽ നിന്ന് തുടങ്ങുകയാണ് ജോലി.
അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 6 വർഷം പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. പെട്ടെന്നൊരു മാറ്റം വരികയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതാണ് ഇപ്പോൾ ഏറ്റവും വിഷയം. നമുക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ ലാലേട്ടൻ മാറുമെന്ന് പറയുന്നു. ഇടവിളഭാവ് മാറിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ എന്നും കാണുന്നത് ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക, ഇങ്ങനെയാണ് നമുക്ക് ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒരു സംഘടന എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കല്ല. പണ്ട് തൊട്ട് ഇങ്ങനെ വന്നുകൊണ്ട് അവർ രണ്ടുപേരും ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അംഗങ്ങൾ അല്ല, അങ്ങനെ രണ്ടുപേരും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, എൻ്റെ ഒരു ഊഹബോധം ചോദിക്കുന്നത് കുഴപ്പമില്ല. അവർ രണ്ടുപേരും ഇല്ലാത്തൊരു സംഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൃത്യമായിട്ട് തന്നെ ഈ 504 മെമ്പർമാർക്കും ഉണ്ടാവും, ഇല്ലേ? അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നുണ്ട്. ഈ സംഘടനയാണ് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച വരുമ്പോഴും ഒരു തട്ടുകേട് വരുമ്പോഴും ഈ പറയുന്ന പോലെയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ ഒക്കെ ഒരു അക്രമം വരുമ്പോൾ ഈ സംഘടനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് പോയി സംസാരിക്കാനും അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മയോടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും വിജയങ്ങൾ മാത്രമാണ്. വിജയം മാത്രമല്ല, ഇടയ്ക്കൊരു വീഴ്ച വരും. അതാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയും. കടൽ പോലെയാണ്, ഇടയ്ക്ക് കയറിപ്പോൾ ഇറങ്ങി വരും. അപ്പോൾ ഈ ഇറങ്ങിപ്പോണ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആവശ്യമുള്ളത് സംഘടന തന്നെയാണ്. അപ്പോൾ സംഘടന നിലനിൽക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറയുന്ന 2 പേരാണ്. അവരങ്ങനെ നമ്മൾ വെറുതെ കൈ ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അവരിൽ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ നേതൃത്വത്തിൽ തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മളൊന്നും ഇല്ലട്ടാ, നിങ്ങളെന്തെങ്കിലും അയക്കുമെന്നും പറഞ്ഞൊന്നും പോകില്ല അവർ. അത്രയും സ്നേഹമായിട്ടാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. സഹായങ്ങൾക്കാണെങ്കിലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പം തന്നെ കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ആ വിശ്വാസം കൂടെ നിൽക്കട്ടെ. നമ്മളും ആഗ്രഹിക്കുന്നത് ലാലേട്ടനോ മമ്മൂക്കായോ നയിക്കുന്ന ഒരു സംഘടന മറ്റുള്ള ഭാരവാഹികളൊപ്പം ഇടവേളബാബുവിൻ്റെ ആ വിടവ് നികത്താൻ പറ്റിയ ഒരാൾ, അങ്ങനെ ഒരു സംഘടന ഉണ്ടാകട്ടെ. അമ്മ സംഘടന ഒത്തിരി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതാണ്. അതൊന്നും പുറം ലോകം അറിയുന്നില്ലെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന മീഡിയ അറിയിക്കുന്നുണ്ട്. ആ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ഈ സംഘടന, റൈറ്റഡ് സംഘടന, അതിശക്തമായി മുന്നേറി. നമ്മുടെ പാവപ്പെട്ട സംഘടനയാണ്, അതൊക്കെ കഷ്ടപ്പാടും ദുരിതമൊക്കെയുള്ളതാണ്. പക്ഷേ നമ്മൾ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും മൂവി വേൾഡിൻ്റെ ഈ സാന്നിധ്യം ഞാൻ ഞെട്ടിപ്പോയി. കാരണം മൂവി വേൾഡാണ് ഈ പരിപാടി ചെയ്യുന്നത്. അത് അത്രത്തോളം നമ്മളും വളർന്നല്ലോ. തീർച്ചയായിട്ടും. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തുടങ്ങുന്ന 10 വർഷം മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 3-4 പേരും കൂടി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ KS പ്രസാദ് ഉണ്ടായിരുന്നതായിരുന്നു, പക്രു ഉണ്ടായിരുന്നു, അങ്ങനെ കോട്ടയത്ത് നിന്ന്. പക്ഷെ അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു ഒരുപാട് പേർക്ക്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിന്ന് സിനിമയിലും വരാത്ത ആൾക്കാരാണ്. സിനിമാ സഹായങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ മരണം വന്നാലും വീട്ടിലൊരു അപകടം സംഭവിച്ചാലും പാവപ്പെട്ട വീട്ടുകാർക്കാണ് അതൊക്കെ നമ്മൾ വളരെ പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ റൈറ്റിൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ബോണാണ്. അവരാണ് ഈ ബ്രെയിൻ ഉപയോഗിക്കുന്നത്. ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലും സ്റ്റേജിൽ ചെയ്യുന്ന കോമഡി സബ്ജക്റ്റിന്റെ ഇവരാണല്ലോ എഴുതുന്നത്. അതെ, അവർ പോലും ചെയ്യുന്ന സ്കിറ്റുകൾ എഴുതുന്നത് ഈ റൈറ്റിലെ ആൾക്കാരാണ്. അതെ. അതിൻ്റെ ഒരു നേതൃത്വത്തിലുണ്ടായിരുന്ന സിദ്ദിഖ് സാറ്, ഇപ്പോൾ ലാൽ സാറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് മൂവി വേൾഡ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അതൊരു കൈത്താങ്ങ് തന്നെയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ 4 പേരിലേക്ക് എത്തിക്കുന്നു ഇങ്ങനൊരു സംഘടന. അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനമാണ്. ഇപ്പോൾ അനാഥാലയത്തിൽ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ കലാരംഗത്തുള്ളവർ ആണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമുക്കൊരു സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൈപിടിച്ച് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അപ്പോൾ അത് മൂവി വേൾഡ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ഒരു അംശം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ അമ്മയിലും കഴിഞ്ഞ തവണ നിങ്ങൾ മൂവി വേൾഡിൻ്റെ ഇതുണ്ടായിരുന്നു. ആ ഒരു തുകയായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് ഒരു രോഗം വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് ആരും വീട് വെക്കാനോ ഇതൊന്നുമല്ല. അത്യാവശ്യം അപകടങ്ങൾ ഇതും വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു അനുഗ്രഹമുള്ള ഒരു മണിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മൂവി വേൾഡിൻ്റെ സാന്നിധ്യം റൈറ്റലിന് കൊടുത്തതിന് വളരെ സന്തോഷമുണ്ട്. ആ കൊടുക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവർക്കും എന്തെങ്കിലും പറ്റാതെ നമ്മളും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബങ്ങളും രക്ഷപ്പെടുന്നത്. ഞങ്ങൾ ഒരിക്കലും 150 കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. ആ കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ടാണല്ലോ. മൂവി വേൾഡിന് ഇതൊരു നഷ്ടമായിട്ട് വിചാരിക്കും, ഒരു സക്കാത്ത് കൊടുക്കുന്നതായിട്ട് വിചാരിച്ചു. ഇല്ല, ഇത് നമ്മൾ നഷ്ടമൊന്നുമില്ല, ഞങ്ങൾ ലാഭം ഉണ്ടാക്കണം. പിന്നീടൊക്കെ ഇന്റർവ്യൂ ഒക്കെ വൈറലായിട്ട് മറ്റേ കോർപ്പറേഷൻ ചെയ്തത് ശരിയല്ല എന്ന് തലക്കെട്ടിട്ട് ഞാൻ ഒപ്പിച്ചിട്ട് കോർപ്പറേഷൻ ചെയ്തത് ശരിയല്ല, കോർപ്പറേഷൻ വന്ന ഫണ്ട് വെളിപ്പെടുത്തണം, അതൊക്കെ ഞാൻ തലക്കെട്ടിട്ട് റെഡി ആയിക്കോളാം. അത് കണക്കുകൾ കാണിച്ചാൽ മതി. മേയർ കണക്ക് കാണിക്കൂ, ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി എന്നെ കൊണ്ടൊന്ന് ഇരുത്തിയേക്കുന്നുണ്ടല്ലേ. ആ കണക്ക് കാണിക്കണവരെ നമുക്ക് പോകാം. എന്തായാലും ഒത്തിരി സന്തോഷം. ഇനി നമുക്ക് കാണാം പുതിയ സിനിമയുടെ വിശേഷം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒമർ ലുലുവിന്റെ സിനിമയാണ്. അതിൽ നല്ലൊരു വിഷയം ഞാൻ ഒന്ന് ഗെറ്റപ്പ് നല്ല കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ വൈറലായി. അതെ റഹ്മാനും ഒരു ഫോട്ടോ വൈറലായി. അതാണിപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. റിലീസ് അത് ഇനിയിപ്പോൾ അതിൽ അഭിനയിക്കുന്ന ആളാണല്ലോ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നല്ലൊരു വേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്,
അതിനിപ്പോൾ ഷെഡ്യൂൾ ആയിരിക്കും 8-ാം തീയതി മുതൽ തുടങ്ങും. ഇപ്പോൾ ബാബുവാനെയും ധ്യാൻ ശ്രീനിവാസനും ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബ്രേക്കാണ്. കൃത്യസമയത്ത് മേഘസ്ഫോടനമൊക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ട് എന്തോ ഭാഗ്യം പോലെ. അപ്പോൾ അത് വലിയ ഭാഗ്യമാണ്. ആ സിനിമയിലൊരു അഴിച്ചുവിട്ടിരിക്കുകയാണ്. അല്ല, നല്ല നല്ല ഒരു വേഷമാണെന്ന് എനിക്കറിയാം. നമ്മൾ ഷൂട്ടിംഗ് സമയത്തും വന്ന് കണ്ടാണ്, കഥയും കേട്ടോണ്ട് നല്ലൊരു വേഷമാണ്. ടിനിയുടെ ജീവിതത്തിൽ മറ്റൊരു അഭിനയ മുഹൂർത്തം തീർച്ചയായിട്ടും മറ്റൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.